ഈ ഒരു സംഭവത്തിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള സ്ട്രോ ഹാർട്സ് ഇപ്പൊ അവിടേക്ക് എത്തിയത്. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവർ ലൂഫിക്കും അവന്റെ കൂടെ വന്ന സ്ട്രോ ഹാർട്സിന് ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഇപ്പൊ സ്ട്രോ ഹാർട്സ് എല്ലാവരും വെയിൽ ഫോറസ്റ്റിലുള്ള മാസ്റ്റർ കാറ്റ് വൈപ്പറിനെ കാണാൻ വേണ്ടി പോകുന്നു. അതായത് മൊക്കോമോ ഡ്യൂക്ഡമിലെ നൈറ്റിന്റെ ലീഡറിനെ കാണാനായിട്ട് പോകുന്നു. സോ ഇവരെല്ലാവരും കാറ്റ് വൈപ്പറിന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് സാഞ്ചിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. സ്ട്രോ ഹാർട്സ് എല്ലാവരും ഡ്രസ്റോസയിലെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഇവിടേക്ക് വരുന്നതിന്റെ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ബ്രൂക്ക്, നാമി, സാഞ്ചി, ചോപ്പർ, അവരുടെ കൂടെ സീസർ ഇവരെല്ലാവരും നേരത്തെ തന്നെ ഇവിടേക്ക് എത്തി. ഈ ഒരു കാര്യം നമുക്കറിയാം. പക്ഷെ ഇവരിവിടേക്ക് വരുന്നതിന് മുമ്പ് അവരെ പിടിക്കാൻ വേണ്ടി വന്ന ബിഗ് മോമിന്റെ ഷിപ്പിനെ അവർ അറ്റാക്ക് ചെയ്തിരുന്നു. അങ്ങനെ ബിഗ് മോമിന്റെ ഷിപ്പിനെ അറ്റാക്ക് ചെയ്ത് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ പോലും ബിഗ് മോമിന്റെ ആൾക്കാർ അവരെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. പകരം അവർ സ്ട്രോ ഹാർട്സിനെ തന്നെ പിന്തുടർന്നു വന്നു. ഈ ഒരു കാര്യം സ്ട്രോ ഹാർട്സ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ സ്ട്രോ ഹാർട്സ് എല്ലാവരും സോയിലേക്ക് വന്നു. അവിടുത്തെ മിങ്ക് ട്രൈബിലെ ജനങ്ങളെ സഹായിച്ചു. അങ്ങനെ കുറച്ച് ദിവസം ഒരു പ്രശ്നമില്ലാതെ അവരവിടെ താമസിച്ചു. അവർക്ക് അവിടെ യാതൊരു കുഴപ്പമില്ലായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സാഞ്ചിക്ക്. അവൻ ഗാർച്ചു എന്ന് പറഞ്ഞ് മിങ്ക് ട്രൈബിലെ ലേഡീസിന്റെ ഇടയിൽ പൂണ്ടു വിളയാടി. അപ്പൊ ചോപ്പർ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അത്രയും ദിവസം ചോപ്പറിന്റെ അടിമയായിരുന്നു സീസർ. അവനെ ഭീഷണിപ്പെടുത്തി മരുന്നൊക്കെ ഉണ്ടാക്കിപ്പിച്ചത് ചോപ്പറാണ്. അങ്ങനെ അവിടേക്ക് എത്തിയ സ്ട്രോ ഹാർട്സിന് കൂടുതൽ പ്രശ്നമൊന്നുമില്ലാതെ അവർ മറ്റുള്ള സ്ട്രോ ഹാർട്സ് ഡ്രസ് റോസയിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അവരെയും പിന്തുടർന്ന് വന്ന ബിഗ് മോമിന്റെ ആൾക്കാര് കുറച്ച് ദിവസത്തിന് ശേഷം അവിടേക്ക് എത്തിയത്. അവരെ പിടിക്കാൻ വേണ്ടി വന്ന ബിഗ് മോമിന്റെ ആൾക്കാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഒരുത്തന്റെ പേര് പെക്കോംസ്. അവനൊരു മിങ്ക് ആണ്. അതായത് മിങ്ക് ട്രൈബിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ബിഗ് മോമിന്റെ കൂടെ പോയി ചേർന്നത്. പിന്നെ അവന്റെ കൂടെ വന്ന മറ്റൊരാളെ നമുക്ക് നേരത്തെ അറിയാം. അവനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ലൂഫിയെ പോലെ വേഴ്സ്റ്റ് ജനറേഷനിലെ മറ്റൊരു പൈററ്റ് ആണ് അവൻ. അവന്റെ പേര് കപ്പൂൺ ഗ്യാങ് ബേജി, ഫയർ ടാങ്ക് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ. ഈ ന്യൂ വേൾഡിലേക്ക് പുതിയതായിട്ട് വരുന്ന പൈററ്റ്സ് അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി എംബറേഴ്സിന്റെ കൂടെ ചേരും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ബിഗ് മോം പൈററ്റ്സിന്റെ കൂടെ ചേർന്നതാണ് ഈ കപ്പൂൺ ഗ്യാങ് ബേജി. പിന്നെയും ബിഗ് മോമായിട്ട് ഇയാൾക്ക് ഒരു ചെറിയൊരു ബന്ധമുണ്ട്. അത് ബിഗ് മോമിന്റെ ഒരു മകളെ കല്യാണം കഴിച്ചത് ഇയാളാണ്. പക്ഷെ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. അത് ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ ബിഗ് മോമിന്റെ ആൾക്കാരായിട്ടുള്ള ഇവർ രണ്ടുപേരും സോയിലേക്ക് വരുമ്പോൾ കാണുന്നത് ആ സ്ഥലം മുഴുവൻ തകർന്നു കിടക്കുന്നതാണ്. ഇത് കാണുമ്പോൾ അവർ വിചാരിക്കുന്നത് ആ സ്ഥലം മുഴുവൻ തകർത്തത് സ്ട്രോ ഹാർട്സ് ആണെന്നാ. ഈ മിങ്കുകൾക്ക് പരസ്പരം ഒരുപാട് സ്നേഹമാണ്. അതിന് ഏതൊരു മിങ്ക് ആണെങ്കിൽ പോലും മറ്റൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അവർക്ക് പരസ്പരം ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ ഈ സ്ഥലം മുഴുവൻ തകർത്തത് സ്ട്രോ ഹാർട്സ് ആണെന്ന് വിശ്വസിക്കുന്ന പെക്കോമിന് ഒരുപാട് ദേഷ്യം വന്നു. ആ ദേഷ്യത്തിൽ അവൻ സ്ട്രോ ഹാർട്സിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് മറ്റുള്ള മിങ്കുകൾ അവന് സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അവരെ അറ്റാക്ക് ചെയ്തത് സ്ട്രോ ഹാർട്സ് അല്ല, പകരം കൈയുടെ ആൾക്കാരാണ്. ആ സമയത്ത് സ്ട്രോ ഹാർട്സ് അവരെ സഹായിക്കുകയായിരുന്നു എന്നുള്ള മുഴുവൻ സത്യങ്ങളും അവന് ബാക്കിയുള്ള മിങ്കുകൾ പറഞ്ഞു കൊടുത്തു. അവന്റെ ഫാമിലിയെ സഹായിച്ച സ്ട്രോ ഹാർട്സിനെ എന്ത് വേണമെങ്കിലും പെക്കോമിന് ചെയ്തു കൊടുക്കും. അവന് സ്ട്രോ ഹാർട്സിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ പെക്കോമും ബെജിയും ഇവിടേക്ക് വന്നത് സീസറിനെ പിടിക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് മറ്റെന്തോ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഇപ്പൊ അവരെ കാണുന്ന സാഞ്ചി അവരുടെ ഉദ്ദേശം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് കാടിന്റെ മറ്റൊരു ഭാഗത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി സംസാരിക്കുന്നു. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് സീസറിനെയാണ് വേണ്ടതെങ്കിൽ അവനെ കൊണ്ടുപോയിക്കോ. ഇനി അതല്ല ഞങ്ങളെ ഞോണ്ടാനാണെങ്കിൽ സമയവും സ്ഥലവും ഏതാണെന്ന് നീ പറഞ്ഞാൽ മതി, അവിടേക്ക് ഞാൻ വന്നിരിക്കും. ഇത് സ്ട്രോ ഹാർട്സിലെ സാഞ്ചിയുടെ വാക്കാ എന്ന് സാഞ്ചി വളരെ മാന്യമായിട്ട് ബേജിയോട് പറഞ്ഞു. സോയിലെ ജനങ്ങൾ ഇപ്പൊ തന്നെ ഒരു വലിയ പ്രശ്നം കഴിഞ്ഞിരിക്കുകയാണ്. സ്ട്രോ ഹാർട്സിന് ഇനി ആരെന്ത് ചെയ്താലും മിങ്കുകൾ നോക്കി നിൽക്കില്ല. അവർ സഹായിക്കും. അവരെ കൊണ്ട് കഴിയുന്നത് പോലെ ഫൈറ്റ് ചെയ്യും. പക്ഷേ സ്ട്രോ ഹാർട്സിന്റെ പ്രശ്നത്തിലേക്ക് അവരെ ഇനിയും വലിച്ചിടണ്ട, അവർക്ക് ഇനിയും ബുദ്ധിമുട്ടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സാഞ്ചി ആരും കാണാതെ മാറി എന്ന് അവരോട് സംസാരിക്കുന്നത്. ഇനി പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ച് സംസാരിച്ച് തീർക്കാൻ പറ്റുകയാണെങ്കിൽ സാഞ്ചി അത് അവിടെ വെച്ച് പറഞ്ഞു തീർക്കാനും തയ്യാറാണ്. ശരിക്കും പെക്കോവും ബേജിയും അവിടേക്ക് വന്നതിന്റെ കാരണം ഒന്ന് സ്ട്രോ ഹാർട്സിനെ കൊല്ലാൻ, രണ്ട് സീസറിനെ പിടിച്ചോണ്ട് പോവാൻ. ബിഗ് മോമിന്റെ ഓർഡർ അനുസരിച്ചാണ് അവർ സ്ട്രോ ഹാർട്സിനെ കൊന്ന് എന്നിട്ട് അവിടെ നിന്ന് സീസറിനെ പിടിച്ചോണ്ട് പോകാൻ എത്തിയത്. പക്ഷേ സ്ട്രോ ഹാർട്സിനോട് കടപ്പാടുള്ള പെക്കോം ആവട്ടെ അവൻ പറയാൻ പാടില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ എടുത്തടിച്ച് സ്ട്രോ ഹാർട്സിനോട് പറഞ്ഞു, എന്റെ കുടുംബത്തെ സഹായിച്ച് നിങ്ങളെ എങ്ങനെ എനിക്ക് കൊല്ലാൻ പറ്റും? അതുകൊണ്ട് ഞങ്ങൾ മമ്മയോട് സീസറിനെ മാത്രം ഞങ്ങൾക്ക് കിട്ടി, പക്ഷെ ആ സമയത്ത് സ്ട്രോ ഹാർട്സിനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞോളാം. മമ്മയോട് ഞാൻ നേരിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഒതുക്കി തീർത്തോളാം, നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട എന്ന് പറഞ്ഞ് പെക്കോം സ്ട്രോ ഹാർട്സിനെ സഹായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവന്റെ കൂടെയുള്ള ബേജി അങ്ങനെയല്ല. പെക്കോം പറയാൻ പാടില്ലാത്ത കാര്യം എല്ലാം വിളിച്ചു പറഞ്ഞു. അതിനർത്ഥം അവൻ ബിഗ് മോമിനെ ചതിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ബേജി ഒന്നും നോക്കാതെ പെക്കോമിനെ പുറകിൽ നിന്ന് ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടു. അവൻ ഷൂട്ട് ചെയ്യുന്നതിലും പ്രത്യേക ഒരു സ്റ്റൈൽ ഉണ്ട്. അതായത് തോക്ക് വെച്ചല്ല അവൻ ഷൂട്ട് ചെയ്യുന്നത്. അവന്റെ കൈയിന്റെ ഉൾവശം ഓപ്പൺ ആയി അതിന്റെ അകത്ത് കുറച്ച് കുട്ടി കുട്ടി മനുഷ്യന്മാരുണ്ട്. അവരാണ് പെക്കോമിനെ ഷൂട്ട് ചെയ്തത്. ഇത് കാണുമ്പോൾ സ്ട്രോ ഹാർട്സിനും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ബേജിയുടെ ശരീരം ഒരു കാസിൽ പോലെയാണ്. ഒരു കാസിൽ പോലെയാണെന്നല്ല, അവന്റെ ശരീരം വലിയൊരു കൊട്ടാരമാണ്. ഇതിന് കാരണം അവനൊരു ഡബിൾ ഫ്രൂട്ട് യൂസറാണ്. ഷിറോ നോമി, അതായത് കാസൽ ഫ്രൂട്ട്, ഒരു പാരമീസിയ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട്. ഈ ഫ്രൂട്ട് അവന്റെ ബോഡി ഒരു കാസലാക്കി മാറ്റി. അതായത് അവന്റെ ബോഡി ഒരു കാസൽ അല്ലേ, സോ എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും അവന്റെ ബോഡിയിലേക്ക് കയറി ഇരിക്കാൻ പറ്റും. അവന്റെ കാസിൽ ആ ബോഡി അതിന്റെ അകത്തേക്ക് ആരെങ്കിലും കയറിൽ അവർ ചെറുതായിട്ട് മാറും. പിന്നെ തിരിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് അവർ പഴയ രൂപത്തിലേക്ക് തന്നെ മാറുന്നത്. സോ അവന്റെ ബോഡിയുടെ അകത്തുള്ള ആരെങ്കിലും പുറത്തേക്ക് ഷൂട്ട് ചെയ്താൽ ആ ബുള്ളറ്റ് പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ ആ ബുള്ളറ്റ് അതിന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് മാറിയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ടെക്നിക് കൊണ്ട് കാനോൺ ബോൾസ് കൊണ്ട് അറ്റാക്ക് ചെയ്യാം. വേണമെങ്കിൽ ഒരേ സമയത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാർക്ക് പുറത്തേക്ക് വരാം. ഇത്രയൊക്കെയാണ് ഷിറോ നോമിയുടെ പവർ. ബേജി പെക്കോമിനെ ഷൂട്ട് ചെയ്ത് താഴെയിട്ട് കഴിഞ്ഞതിന് ശേഷം അവന്റെ കാസലിനകത്ത് ഒളിച്ചിരുന്ന അവന്റെ ആൾക്കാർ എല്ലാവരും ഒരേ സമയത്ത് പുറത്തേക്ക് ചാടി വന്ന് സ്ട്രോ ഹാർട്സിന് ചുറ്റും വളഞ്ഞു. പക്ഷെ നമ്മുടെ സാഞ്ചി വെറുതെ ഇരിക്കില്ലല്ലോ. സാഞ്ചി എന്തായാലും അവരെ ചവിട്ടിക്കൂട്ടും. ഇത് മുൻകൂട്ടി മനസ്സിലാക്കുന്ന ബേജി ആവട്ടെ നാമിയും ചോപ്പറിനെയും അവന്റെ ആൾക്കാരെ കൊണ്ട് പിടിച്ചു വെച്ചു. അതുപോലെ തന്നെ അവർ സീസറിനെയും പിടിച്ചു.
എന്നിട്ട് ബേജി അവരെ എല്ലാവരെയും അവന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ പ്രതീക്ഷിച്ചതുപോലെ അവൻ അവരെ കൊല്ലുന്നില്ല. കാരണം ബേജിക്ക് സാഞ്ചിയാണ് വേണ്ടത്. കുറച്ച് ദിവസം കഴിഞ്ഞ് ബിഗ് മോമിന്റെ ടീ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി നടക്കുന്നുണ്ട്. ആ സ്ഥലത്തേക്ക് ഒരു മെയിൻ ഗസ്റ്റ് ആയിട്ട് അവർക്ക് സാഞ്ചിയും കൂട്ടിക്കൊണ്ട് പോകണം. ഇത് കേൾക്കുന്ന സാഞ്ചി ആവട്ടെ, ഒന്ന് പോടോ അവിടുന്ന്, നിങ്ങളുടെ ബിഗ് മോമിന്റെ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കൂടെ വരണമെന്നാണോ? അതിന് ബേജി ശരിക്കും ബിഗ് മോമിന്റെ ടീ പാർട്ടി എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബിഗ് മോമിന്റെ ടീ പാർട്ടിയിൽ ഷവർലെറ്റ് ഫാമിലിയിലെ 35ാമത്തെ മകൾ പുഡിങ്ങിന്റെ കല്യാണമാണ് നടക്കാൻ പോകുന്നത്. അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാവട്ടെ വിൻസ്മോക്ക് ഫാമിലിയിലെ 3ാമത്തെ മകൻ വിൻസ്മോക്ക് സാഞ്ചി. ഇത് കേൾക്കുന്ന സാഞ്ചി അടക്കം സ്ട്രോ ഹാറ്റ്സും എല്ലാവരും ഷോക്കായി. കാരണം സാഞ്ചിയുടെ ശരിക്കുള്ള പേര് വിൻസ്മോക്ക് സാഞ്ചി എന്നാണ്. നോർത്ത് ബ്ലൂവിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിൻസ്മോക്ക് ഫാമിലിയിലെ രാജകുമാരൻ. സാഞ്ചി ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത അവന്റെ പാസ്റ്റ് ആണ് ഈ വിൻസ്മോക്ക്. അവൻ അത് എത്രയൊക്കെ കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും ഇപ്പൊ അത് അവന്റെ മുമ്പിലേക്ക് വന്നു. വിൻസ്മോക്ക് എന്ന് പറയുന്ന ആ പേര് അവന് വെറുപ്പാണ്. ഇപ്പൊ അതേ പേര് തന്നെ തിരിച്ചു വന്നപ്പോ സാഞ്ചിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഷവർലെറ്റ് ഫാമിലിയിലെ 35ാമത്തെ മകൾ പുഡിംഗ് ആരാണെന്ന് വെച്ചാൽ ബിഗ് മോമിന്റെ മകളാണ്. ഷവർലെറ്റ് എന്ന് പറയുന്നത് ബിഗ് മോമിന്റെ ശരിക്കുള്ള പേരാണ്, ഷവർലെറ്റ് ലിൻലി. സോ അവരുടെ മകളെ കൊണ്ട് സാഞ്ചിയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഈ വിൻസ്മോക്ക് ഫാമിലിക്കും ഈ ബിഗ് മോമിന്റെ ഷവർലെറ്റ് ഫാമിലിക്കും ഇടയിൽ ഒരു ബന്ധം ഉണ്ടാവും. അതായത് ഒരു പൊളിറ്റിക്കൽ അലയൻസ്. വിൻസ്മോക്ക് ഫാമിലിക്കും ഒരുപാട് പവർ ഉണ്ട്, ഷവർലെറ്റ് ഫാമിലിക്കും ഒരുപാട് പവർ ഉണ്ട്. സോ രണ്ട് ഫാമിലിയും ഒന്നിച്ചു ചേരുമ്പോൾ അവരുടെ ഫാമിലി ഒന്നുകൂടെ പവർഫുൾ ആവും. ഇതിൽ രണ്ട് ഫാമിലിക്കും ഉപകാരമുണ്ട്. ഇതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒരു മാരേജ് തന്നെ അറേഞ്ച് ചെയ്തത്. അതിൽ പെട്ടുപോയത് നമ്മുടെ സാഞ്ചിയാണെന്ന് മാത്രം. ബിഗ് മോമിന്റെ മകളെ കല്യാണം കഴിക്കുന്നതോടെ സാഞ്ചി ഷവർലെറ്റ് ഫാമിലിയുടെ ഒരു ഭാഗമായിട്ട് മാറും. പിന്നെ അവനൊരു സ്ട്രോ ഹാറ്റ് അല്ല, ഷവർലെറ്റ് ഫാമിലിയുടെ അടിമയാണ്. അവർക്ക് വേണ്ടി അവരുടെ ഫാമിലി പറയുന്നത് കേട്ട് ജീവിക്കണം. അതായത് ബിഗ് മോമിന്റെ അടിമയായിട്ട് ജീവിക്കണം. ഈ ഒരു കാരണം കൊണ്ടാണ് സാഞ്ചിയുടെ അച്ഛൻ ബിഗ് മോമുമായിട്ടുള്ള ഈ പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാക്കാൻ സാഞ്ചിയെ തന്നെ ബലിയാടാക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സാഞ്ചി അവന്റെ കോപ്പിലെ ഒരു ടീ പാർട്ടി, ഞാൻ പോലും തീരുമാനിക്കാതെ ഞാൻ അറിയാത്തൊരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കണമെന്നോ, എന്നിട്ട് എന്റെ തന്നെ കല്യാണത്തിന് എന്നെ വന്ന് വിളിക്കുന്നോ? നിങ്ങളുടെ ആവശ്യത്തിന് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സ്ട്രോ ഹാറ്റ്സിലെ ഒരുത്തനെ കിട്ടിയുള്ളൂ. കളിക്കുമ്പോ ആളും തരവും നോക്കി കളിക്കണം. ഞങ്ങളുടെ ക്യാപ്റ്റൻ മറ്റാരുടെയും ഓർഡർ അനുസരിക്കുന്ന ആളല്ല. കാരണം ഞങ്ങളുടെ ക്യാപ്റ്റനാണ് അടുത്ത കിങ് ഓഫ് ദ പൈററ്റ്. ഇപ്പൊ സാഞ്ചി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന് ബേജിയുടെ കാസലിനകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ കഴിയില്ല. കാരണം അവന്റെ കാസൽ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് അവനാണ്. അവിടെ നിന്ന് ആര് പുറത്തേക്ക് പോകണോ അകത്തേക്ക് വരണം എന്നൊക്കെ ബേജി തീരുമാനിക്കും. കൂടാതെ അവന്റെ കാസൽ അവൻ എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ പറ്റും. ഏത് വെപ്പൺസ് യൂസ് ചെയ്തും അവന്റെ കാസലിനകത്ത് നിന്ന് അവൻ അറ്റാക്ക് ചെയ്യാം. കൂടാതെ അവന്റെ കാസലിനകത്തുള്ള ആൾക്കാരെ അവന് പിടിച്ചു വെക്കാം. ഇങ്ങനെ ബേജി സാഞ്ചിയും സ്ട്രോ ഹാറ്റ്സിനെ അതിന്റെ അകത്ത് പിടിച്ചു വെച്ചു. പക്ഷെ അപ്പോഴും സാഞ്ചിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ട്. എന്നാൽ ബേജിയുടെ ഒരാൾ സാഞ്ചിയുടെ ചെവിയിൽ സീക്രട്ട് ആയിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതോടെ പെട്ടെന്ന് സാഞ്ചിയുടെ മനസ്സ് മാറി. അവൻ അവരുടെ കൂടെ ബിഗ് മോമിന്റെ ടീ പാർട്ടിയിലേക്ക് പോവാമെന്ന് സമ്മതിച്ചു. അയാൾ സാഞ്ചിയുടെ ചെവിയിൽ സീക്രട്ട് ആയിട്ട് പറഞ്ഞത് സാഞ്ചി അവരുടെ കൂടെ ടീ പാർട്ടിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഈസ്റ്റ് ബ്ലൂയിലെ സാഞ്ചിയുടെ മാസ്റ്റർ സെഫിനെയും അവിടുത്തെ ബറട്ടയിലെ മുഴുവൻ ആൾക്കാരെയും ബിഗ് മോമിന്റെ ആൾക്കാർ കൊന്നുകളയും. മറ്റൊന്ന്, ഈ കാര്യം എങ്ങനെയെങ്കിലും സ്ട്രോ ഹാറ്റ്സ് അറിയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ലൂഫി അറിയുകയാണെങ്കിൽ, ലൂഫി എന്തായാലും സാഞ്ചിയെ സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ. ഈസ്റ്റ് ബ്ലൂയിലെ സെഫിനും ബറട്ടയിലെ ആൾക്കാർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ലൂഫി എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈസ്റ്റ് ബ്ലൂയിലേക്ക് പോയിട്ട് അവരെ സഹായിക്കും. സോ സാഞ്ചിയുടെ പ്രശ്നത്തിലേക്ക് എന്തിനാ സ്ട്രോ ഹാറ്റ്സിനെ വലിച്ചിരുന്നത്? അവൻ കാരണം ലൂഫിയുടെ ലക്ഷ്യമൊന്നും മുടങ്ങണ്ട. പിന്നെ ബിഗ് മോമിനെ പോലുള്ള ഒരു വലിയ എംബറിന്റെ കൂടെ സാഞ്ചി കാരണം എന്തിനാ ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിന് ഒരു പ്രശ്നം? അതുകൊണ്ട് അവൻ കാരണം ബാക്കിയുള്ളവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് അവൻ ബേജിയുടെ കൂടെ ടീ പാർട്ടിയിലേക്ക് ചെല്ലാമെന്ന് സമ്മതിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും സാഞ്ചി സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും സാഞ്ചി അവന്റെ ഉള്ളിൽ ഒതുക്കി. അവൻ ആരോടും ഒരു കാര്യവും പറഞ്ഞു കൊടുത്തില്ല. പണ്ട് സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഈസ്റ്റ് ബ്ലൂവിൽ വെച്ച് അവരുടെ യാത്ര തുടങ്ങിയ സമയത്ത്, അതായത് അവർ സ്കൈ ഐലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ജയ ഐലൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വെച്ച് നാമി യൂസഫും നോലാൻഡ് ദ ലയർ എന്ന ബുക്ക് വായിക്കുമ്പോൾ അതിലെ നോലാൻഡ് ശരിക്കും നോർത്ത് ബ്ലൂവിലെ ആളാണെന്ന് കണ്ടുപിടിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് നോലാൻഡിന്റെ പേര് കേട്ട സാഞ്ചി തനിക്കും അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞു. കാരണം സാഞ്ചി ജനിച്ചത് നോർത്ത് ബ്ലൂവിലല്ലേ, അതിനുശേഷം അവൻ വളർന്നു വന്നതാണ് ഈസ്റ്റ് ബ്ലൂവില്. സോ അന്ന് സാഞ്ചി അവൻ നോർത്ത് ബ്ലൂവിലാണ് ജനിച്ചതെന്ന് പറഞ്ഞപ്പോ അന്ന് സ്ട്രോ ഹാറ്റ്സിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നാൽ ഇപ്പോഴാണ് അവർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞിരുന്നു വൺ പീസ് വേൾഡ് രണ്ട് ഭാഗമായിട്ട് സെപ്പറേറ്റ് ആക്കുന്ന ഒന്നാണ് ഈ റെഡ് ലൈൻ. ഈ റെഡ് ലൈൻ ഉണ്ടായതുകൊണ്ടാണ് വൺ പീസ് വേൾഡ് രണ്ട് ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആയി കിടക്കുന്നത്. ഒരു വശം പാരഡൈസും മറ്റൊരു വശം ന്യൂ വേൾഡും. പിന്നെ ഞാൻ പറഞ്ഞു തന്ന മറ്റൊരു കാര്യം, ഈ റെഡ് ലൈനിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രാൻഡ് ലൈൻ വരുമ്പോൾ വൺ പീസ് വേൾഡിലെ ഓഷ്യനെ 4 ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. ഈസ്റ്റ് ബ്ലൂ, സൗത്ത് ബ്ലൂ, നോർത്ത് ബ്ലൂ, വെസ്റ്റ് ബ്ലൂ, ഇങ്ങനെ 4 കടല്. ഇതിലെ ഈസ്റ്റ് ബ്ലൂവും സൗത്ത് ബ്ലൂവും പാരഡൈസിലുള്ള ഓഷ്യനാണ്. അതുപോലെ നോർത്ത് ബ്ലൂവും വെസ്റ്റ് ബ്ലൂവും ന്യൂ വേൾഡിലുള്ള ഓഷ്യനാണ്. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും അവരുടെ യാത്ര ആദ്യമായിട്ട് തുടങ്ങിയത് പാരഡൈസിലുള്ള ഈസ്റ്റ് ബ്ലൂവിൽ നിന്നാണ് നമുക്കറിയാം. സ്ട്രോ ഹാറ്റ്സിലെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഈസ്റ്റ് ബ്ലൂവിലുള്ള ആൾക്കാരാണ്. പക്ഷേ സാഞ്ചി മാത്രമാണ് നോർത്ത് ബ്ലൂവിൽ ജനിച്ചത്. നോർത്ത് ബ്ലൂവിൽ ജനിച്ച സാഞ്ചി ഈസ്റ്റ് ബ്ലൂവിലേക്ക് എത്തി അവിടെ വളർന്നു വന്നു. നോർത്ത് ബ്ലൂവിൽ നിന്ന് ഈസ്റ്റ് ബ്ലൂവിലേക്ക് വരണമെങ്കിൽ റെഡ് ലൈൻ മറികടക്കണം. അതായത് സാഞ്ചി അവന്റെ ചെറുപ്പത്തിൽ എന്തോ ഒരു കാരണം കൊണ്ട് ന്യൂ വേൾഡിൽ നിന്ന് ഈസ്റ്റ് ബ്ലൂവിലേക്ക് വന്ന ആളാണ്. ചുരുക്കി പറഞ്ഞാൽ സ്ട്രോ ഹാറ്റ്സ് ഒരുപാട് കഷ്ടപ്പെട്ട് ന്യൂ വേൾഡിലേക്ക് എത്തി. എന്നാൽ സാഞ്ചി ആവട്ടെ അവൻ ജനിച്ചതേ ന്യൂ വേൾഡിലാണ്. പിന്നെ എന്തൊക്കെയോ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവൻ ഈസ്റ്റ് ബ്ലൂവിലേക്ക് എത്തി. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പൊ സാഞ്ചിയെ കുറിച്ചുള്ള ഏകദേശം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ശരിക്കും നമ്മുടെ സ്ട്രോ ഹാറ്റ്സിലെ സാഞ്ചി ന്യൂ വേൾഡിലെ നോർത്ത് ബ്ലൂവിലുള്ള ഏറ്റവും പ്രശസ്തിയുള്ള വിൻസ്മോക്ക് ഫാമിലിയിലെ 3ാമത്തെ മകനാണ്. വിൻസ്മോക്ക് ഫാമിലി ഒരു രാജകുടുംബമാണ്, ഒരു നോബിൾ ആയിട്ടുള്ള ഫാമിലി. അവർക്കൊരു വലിയ ആർമിയുണ്ട്. അതിന്റെ പേരാണ് ജർമ്മ 66. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്ന ആർമിയാണ് ഈ ജർമ്മ 66. അവരുടെ കമാൻഡറുടെ പേരാണ് വിൻസ്മോക്ക്
ജഡ്ജ്, അല്ലെങ്കിൽ ഗരുഡ എന്നും പറയും. അയാളാണ് നമ്മുടെ സാഞ്ചിയുടെ ശരിക്കുള്ള അച്ഛൻ. സോ ന്യൂ വേൾഡിലെ പവർഫുൾ ആയിട്ടുള്ള വിൻസ്മോക്ക് ഫാമിലിക്കും ഷവർലെറ്റ് ഫാമിലിക്കും ഒന്നിക്കാൻ വേണ്ടി ഒരു പൊളിറ്റിക്കൽ അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് മോമിന്റെ 35ാമത്തെ മകൾ പുഡിങ്ങിന്റെയും വിൻസ്മോക്ക് ജഡ്ജിന്റെ 3ാമത്തെ മകൻ സാഞ്ചിയുടെയും കല്യാണം നടത്താൻ അവർ തീരുമാനിച്ചു. പക്ഷേ ഈ കാര്യം സാഞ്ചി സമ്മതിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ബിഗ് മോമിന്റെ ആൾക്കാർ ഉപയോഗിച്ച് ബറേട്ടയിലുള്ള സെഫിനെ കൊല്ലുമെന്ന് പറഞ്ഞ് അവർ സാഞ്ചിയെ ഭീഷണിപ്പെടുത്തി. ഇനി മറ്റൊരു വഴി തന്റെ മുന്നിലില്ല എന്ന് കാണുന്ന സാഞ്ചി ബേജിയുടെ കൂടെ ബിഗ് മോമിന്റെ ഐലൻഡ് ആയിട്ടുള്ള വോൾക്കേക്ക് ഐലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു, അതും അവന്റെ സ്വന്തം കല്യാണത്തിന് വേണ്ടി. പക്ഷെ ബേജി അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് അവന്റെ കൊട്ടാരത്തിൽ പിടിച്ചു വെച്ച നാമി, ചോപ്പർ, ബ്രൂക്ക് ഇവരോട് 3 പേരോടും സാഞ്ചി, ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത എന്റെ കഴിഞ്ഞ കാലം ഇപ്പൊ എന്റെ കൺമുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്താ ശരിക്കും ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യവും അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ സംഭവിക്കുന്ന എല്ലാ പ്രശ്നവും എന്റേതാണ്, എന്റേതും മാത്രം. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. എല്ലാ പ്രശ്നവും ഞാൻ ഒറ്റയ്ക്ക് ഒതുക്കി തീർത്തോളാം എന്നിങ്ങനെ സ്ട്രോ ഹാറ്റ്സിനോട് പറയുന്ന സാഞ്ചി ലൂഫിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ എഴുതിയിട്ട് അത് നാമിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് സാഞ്ചി അടുത്ത നിമിഷം പെട്ടെന്ന് തന്നെ 3 പേരെയും തൂക്കിയെടുത്ത് ബേജിയുടെ കാസിനകത്തുനിന്ന് പുറത്തേക്ക് എറിഞ്ഞു. എന്നിട്ട് അവർ പിടിച്ചു വെച്ച സീസറിന്റെ തലയിലേക്ക് ഒരു ഗണ്ണ് പോയിന്റ് ചെയ്തു. നിങ്ങളുടെ കൂടെ ഞാൻ വന്നാ പോരെ, എന്റെ ഫ്രണ്ട്സിനെ ഇതിന്റെ അകത്തുനിന്ന് ഒഴിവാക്കിയേക്ക്, പിന്നെ നിങ്ങൾ എന്നെ ഷൂട്ട് ചെയ്യില്ല എന്ന് എനിക്കറിയാം, കാരണം ചീഫ് ഗസ്റ്റ് ഞാനാണല്ലോ. ഇനി ഒരുത്തനെങ്കിലും മുന്നിലേക്ക് ഒരു അടി വെച്ചാ സീസറിന്റെ തല ഇവിടെ ചെതറും എന്ന് പറഞ്ഞ് സാഞ്ചി സ്ട്രോ ഹാറ്റ്സിനെ രക്ഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പുറത്ത് ബേജിയുടെ തൊട്ട് പുറകിലായിട്ട് ഒരു വലിയൊരു മോൺസ്റ്റർ വന്നു നിന്നു. ഹേയ്, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിരിക്കട്ടെ, നീ ആരാടാ? പെക്കോമിന്റെ പുറത്ത് നിറയെ ചോര ഞാൻ കണ്ടു, ആ പണി ചെയ്തത് നീയാണോ എന്ന് ബേജിയോട് ചോദിക്കുന്ന ഇയാളാണ് നെക്കോ മാമൂഷി അല്ലെങ്കിൽ കാറ്റ് വൈപ്പർ, ഈ സോ ഐലൻഡിലെ നൈറ്റിന്റെ രാജാവ്. അയാളെ കണ്ട് പേടിക്കുന്ന ബേജിയുടെ ജീവൻ പോയില്ലാന്നേ ഉള്ളൂ. ഇനി അവിടെ നിൽക്കുന്നത് പന്തിയല്ലാന്ന് മനസ്സിലാക്കുന്ന ബേജി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സാഞ്ചിയും സീസറിനെയും കൊണ്ട് രക്ഷപ്പെട്ടു. ഇങ്ങനെ സാഞ്ചിക്ക് സംഭവിച്ച കാര്യങ്ങൾ മുഴുവനും നാമിയും ചോപ്പറും ബ്രൂക്കും ലൂഫിക്കും ബാക്കിയുള്ള സ്ട്രോ ഹാറ്റ്സിനും പറഞ്ഞു കൊടുത്തു. എനിക്കൊരു സ്ത്രീയെ കാണാനുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. ഈ ഒരു കാര്യമാണ് സാഞ്ചി ലൂഫിക്ക് കൊടുക്കാൻ വേണ്ടി നാമിയെ ഏൽപ്പിച്ച ലെറ്ററിൽ എഴുതിയത്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ട്രോ ഹാറ്റ്സ് വിഷമിക്കുമ്പോൾ കൂട്ടത്തിലെ നമ്മുടെ സോറോ, അവൻ തിരിച്ചു വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ ക്രൂ വിട്ട് എന്നേക്കുമായിട്ടാണ് പോയതെങ്കിൽ എല്ലാവരോടും ജസ്റ്റ് ഒരു നന്ദിയെങ്കിലും പറയണ്ടേ, പിന്നെ ചെയ്തു കൂട്ടിയ മണ്ടത്തരങ്ങൾക്കെല്ലാം ഒരു ക്ഷമയും പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളിപ്പോ ഒരിക്കലും നിർത്താൻ കഴിയാത്ത ഒരു ട്രെയിനിലാണ്. നിങ്ങൾക്ക് സീസർ പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? ഡോഫ്ലമിംഗോ ഉണ്ടാക്കുന്ന സ്മൈൽ എന്ന് പറയുന്ന ഡോൾ ഫുഡ് വാങ്ങുന്ന ഏറ്റവും വലിയ കസ്റ്റമറാണ് കൈഡോ. ആദ്യം നമ്മൾ പങ്കസാറിലെ ലാബ് നശിപ്പിച്ച് ഡോഫ്ലമിംഗോയെ ചൊറിഞ്ഞു, ശേഷം അവന്റെ തന്നെ രാജ്യമായിട്ടുള്ള ഡ്രസ്സോസിലേക്ക് വന്ന് അവിടുത്തെ സ്മൈൽ ഫാക്ടറിയും തകർത്തു. അതുകൊണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നേരിടാൻ പോകുന്നത് എംപറർ കൈഡോയാണ്. അയാൾ അത്ര നിസാരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ കൈഡോയുടെ അടുത്ത ലക്ഷ്യം കിനിമോനെയും അവന്റെ കൂടെയുള്ള ആൾക്കാരെയുമാണ്. എന്തായാലും നമ്മൾ വൈകാതെ തന്നെ എംപറർ കൈഡോയെ കണ്ടുമുട്ടും. ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയിൽ കൂടെയാണ് മറ്റൊരു എംപറർ ബിഗ് മോമിന്റെ പ്രശ്നം കൂടെ ആ ചുരുണ്ട പെരുകുള്ള നാറി വലിച്ചുകൊണ്ട് വന്നത് എന്നിങ്ങനെ നമ്മുടെ സോറോ വളരെ കൃത്യമായിട്ട് പറയാനുള്ള കാര്യം സ്ട്രോ ഹാറ്റ്സിനോട് എല്ലാവരോടും പറഞ്ഞു. സോറോ അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് സംസാരിക്കില്ല, പക്ഷെ അവൻ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അവൻ പറയുന്ന കാര്യവും ചെയ്യുന്ന പ്രവൃത്തിയും വളരെ ഷാർപ്പായിരിക്കും. അതാണ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ സോറോയുടെ ഒരു പ്രത്യേകത. പിന്നെ സാഞ്ചി പോയതിൽ സ്ട്രോ ഹാറ്റ്സിൽ എല്ലാവർക്കും വിഷമമുണ്ട്, പക്ഷെ സോറോയ്ക്ക് മാത്രം ഒരു കുഴപ്പമില്ല. എന്നാൽ ശരിക്കും എല്ലാവരെക്കാളും കൂടുതൽ സോറോയ്ക്കാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. അവൻ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാത്തതുപോലെ അഭിനയിക്കുന്നതാണ്. രണ്ടുപേരും എല്ലാ സമയത്തും കീരിയും പാമ്പിനെയും പോലെയാണെങ്കിലും അവർക്കിടയിലുള്ള ആ ബോണ്ട്, ആ ഒരു കണക്ഷൻ വളരെ വലുതാണ്. സ്ട്രോ ഹാറ്റ്സിനെ സഹായിക്കാൻ ശ്രമിച്ച പെക്കോംസിനെ ബേജി ഷൂട്ട് ചെയ്ത് വീഴ്ത്തിയിരുന്നു. അവന്റെ ശരീരത്തിലേക്ക് അത്രയും ഷൂട്ട് കൊണ്ടെങ്കിൽ പോലും അവനൊരു മിങ്ക് ആയതുകൊണ്ട് അവൻ പെട്ടെന്ന് മരിച്ചില്ല. പിന്നെ നമ്മുടെ ഡോക്ടർ ചോപ്പർ പെക്കോംസിനെ സഹായിച്ചു. ഇങ്ങനെ ബേജിയുടെ അറ്റാക്ക് കൊണ്ട് പെക്കോംസും മരിച്ചില്ല. സോ നമ്മുടെ ലൂഫി സാഞ്ചിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നേരെ പെക്കോംസിന്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. പെക്കോംസിന് ബിഗ് മോമിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം. ലൂഫി വന്ന് പെക്കോംസിനോട് സാഞ്ചിയെ രക്ഷിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവനെ ഒരിക്കലും ഇനി രക്ഷിക്കാൻ പറ്റില്ല. അവിടെ നടക്കാൻ പോകുന്നത് ഒരു പൊളിറ്റിക്കൽ മാരേജ് ആണ്. 2 പവർഫുൾ ആയിട്ടുള്ള കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു അലയൻസ്. ഈ സാഞ്ചിയുടെ അച്ഛന്റെ വിൻസ്മോക്ക് ഫാമിലിക്ക് ഒരു വലിയ ആർമി ഉണ്ട്, അതാണ് ജർമ്മ 66. അവരുടെ ഈ ആർമി ഉപയോഗിച്ച് എത്ര വലിയ രാജ്യത്തിന് വേണമെങ്കിലും തകർക്കാൻ പറ്റും, ആരെ വേണമെങ്കിലും നിസ്സാരമായിട്ട് കൊല്ലാൻ പറ്റും. അങ്ങനെയുള്ള ഒരു അസാസിനേഷൻ ആർമിയാണ് ഈ ജർമ്മ 66. അവരുടെ കയ്യിൽ ഒരുപാട് പുതിയ പുതിയ ടെക്നോളജീസ് ഉണ്ട്. ഈ ജർമ്മ 66നെ കുറിച്ച് നാമിക്കും പിന്നെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയാം, കാരണം ആ ലോകം മൊത്തമുള്ള ഒരു ഫാന്റസി കഥയിലെ വില്ലന്മാരാണ് ഈ ജർമ്മ 66. ഇത്രയും കാലം നാമി വിചാരിച്ചത് അതൊരു കഥ മാത്രമാണെന്നാ. എന്നാൽ ഇപ്പൊ പെക്കോം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത്. പിന്നെ പെക്കോം ലൂഫിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് സാഞ്ചിയെ രക്ഷിക്കാൻ കഴിയില്ല. അവൻ എങ്ങാനോ ആ കല്യാണത്തിന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മുഴുവൻ ബിഗ് മോമിന്റെ ആൾക്കാർ കൊല്ലും. അതായത് ബറേട്ടയിലുള്ള സെഫിനെയും അയാളുടെ ആൾക്കാരെയും പിന്നെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെയും. അവൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് അവൻ ബിഗ് മോമിന്റെ ഐലൻഡിലേക്ക് പോയത്. ഇനി ബിഗ് മോമിന്റെ മകളുമായിട്ട് സാഞ്ചിയുടെ കല്യാണം നടന്നാൽ പിന്നെ ഒരിക്കലും സാഞ്ചിക്ക് സ്ട്രോ ഹാറ്റ്സിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. ബിഗ് മോമിന്റെ മകളുമായിട്ട് കല്യാണം കഴിയുന്ന നിമിഷം മുതൽ അവൻ ബിഗ് മോമിന്റെ അടിമയാണ്. ചിലപ്പോൾ സ്ട്രോ ഹാറ്റ്സും ബിഗ് മോമിന്റെ ആൾക്കാരാവേണ്ടി വരും. ഇത് കേട്ട ലൂഫിക്ക് ദേഷ്യം വന്നില്ലേ? അവന്റെ ഒരു ബിഗ് മോം ഏതാണ് ആ തള്ള? സാഞ്ചി എന്റെ ഫ്രണ്ടാണ്, അവന്റെ ഇഷ്ടമില്ലാതെ ആരും അവനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാന്ന് വിചാരിക്കണ്ട. ആ തള്ളയുടെ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടേക്ക് ഞാൻ പോവും. എന്നെ നിങ്ങൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ പോകുന്നത് ഒരു യുദ്ധത്തിനല്ല, പകരം എന്റെ ഫ്രണ്ടിനെ തിരിച്ചു കൊണ്ടുവരാനാണ്.
പ്ലാനാണ്. അവിടെ ചെന്ന് ആ ടീ പാർട്ടി തകർത്ത് ആ കല്യാണം ഞാൻ മുടക്കും. ബിഗ് മോമിന്റെ ഐലൻഡ് ഒരു എംബറിന്റെ ഐലൻഡ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് അതിന്റെ അകത്തേക്ക് ആർക്കും കയറാൻ പോലും കഴിയില്ല. പക്ഷെ നമ്മുടെ ലൂഫി ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന് എത്ര വലുതാണെങ്കിലും അവനത് ചെയ്തിരിക്കും. ബിഗ് മോമിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അവര് പവർഫുൾ ആയിട്ടുള്ള എംബറാണ്, അവർക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയൊന്നും ഏറ്റുമുട്ടാൻ സ്ട്രോ ഹാർട്സിനെ പോലെയുള്ള ആൾക്കാർക്കൊന്നും കഴിയില്ല. ബിഗ് മോം എന്ന് പറയുന്നത് അത്രയും വലിയൊരു എംബറാണ്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പോലും ലൂഫിയുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റമില്ല. ബിഗ് മോമിന് എത്ര വലിയ ആളാണെങ്കിലും അത് ലൂഫിക്ക് ഒരു പ്രശ്നമല്ല. അവന്റെ ഫ്രണ്ട് സാഞ്ചിയെ രക്ഷിക്കാൻ വേണ്ടി അവൻ ബിഗ് മോമിന്റെ ഐലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. ലൂഫിയെ ബിഗ് മോമിന്റെ ഐലൻഡിലേക്ക് എത്തിക്കാൻ പോകുന്നത് പെക്കോംസ് ആണ്. കാരണം സ്ട്രോ ഹാർട്സ് അവന്റെ മിങ്കിളായിട്ടുള്ള ഫാമിലിയെ സഹായിച്ചു. അതിന്റെ ഒരു കടപ്പാടെന്ന രീതിയിൽ അവരെന്ത് ചോദിച്ചാലും പെക്കോംസ് ചെയ്തു കൊടുക്കും. ബിഗ് മോമിന്റെ ഐലൻഡിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാണ് പെക്കോംസ്. അവിടേക്ക് എങ്ങനെ പോകണം, ഏത് വഴി പോകണം, അവിടേക്ക് പോകുമ്പോൾ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാതെ അവിടേക്ക് എങ്ങനെയൊക്കെ പോവാം എന്നൊക്കെ പെക്കോംസിന് മാത്രമേ അറിയുള്ളൂ. സോ ലൂഫിയുടെ ആവശ്യപ്രകാരം അവിടേക്ക് അവനെ കൊണ്ടുപോകുന്നത് പെക്കോംസ് ആണ്. ഇതിനുശേഷം നമ്മുടെ ലൂഫിയും സ്ട്രോ ഹാർട്സും കാറ്റ് വൈപ്പറുമായിട്ട് പരിചയപ്പെട്ടു. അവരെ ഉപദ്രവിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഈ കാറ്റ് വൈപ്പർ ഒരു മോൺസ്റ്ററിനെ പോലെയാണ്. എന്നാൽ അവരെ സഹായിക്കുന്ന ആൾക്കാരോട്, അവരെ സ്നേഹിക്കുന്ന ആൾക്കാരോട് കാറ്റ് വൈപ്പർ ഒരു കുട്ടികളെ പോലെയാണ്. അദ്ദേഹത്തിന് സ്ട്രോ ഹാർട്സിനെ ഒരുപാട് അങ്ങ് ബോധിച്ചു. തുടർന്ന് അവിടേക്ക് വന്ന സ്ട്രോ ഹാർട്സിന് കാറ്റ് വൈപ്പർ ഒരു വലിയ വിരുന്ന് തന്നെ കൊടുത്തു. അങ്ങനെ ലൂഫിയും സ്ട്രോ ഹാർട്സും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു, ഡാൻസ് കളിച്ചു. രാത്രി ആയതോടെ ക്ഷീണം കാരണം എല്ലാവരും കിടന്നുറങ്ങി. പക്ഷെ ഇത്രയും നേരം അവർ വേറെ കുറച്ച് ആൾക്കാരെ മറന്നുപോയി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കിനിമോനെയും കാഞ്ചുറോയും. അവർ ഇതുവരെ മുകളിലേക്ക് എത്തിയിട്ടില്ല. ഇനി അവരെങ്ങാനും മുകളിലേക്ക് വന്ന അവരെ കാണുന്ന മിങ്കുകൾ അവരോട് എങ്ങനെ പ്രതികരിക്കും എന്നറിയില്ല. കാരണം അവർ സാമുറായി ആണല്ലോ. ഈ സ്ഥലത്ത് കൈഡോയുടെ ആൾക്കാർ നേരത്തെ ചെയ്തു കൂട്ടിയത് ഒരു സാമുറായിക്ക് വേണ്ടി ആയതുകൊണ്ട് മിങ്കുകൾക്ക് സ്വാഭാവികമായിട്ടും സാമുറായികളോട് ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മുടെ റോബിനും ഫ്രാങ്കിയും ബ്രൂക്കും മുകളിലേക്ക് വരുന്ന കിനിമോനെയും കാഞ്ചുറോയും ബാക്കിയുള്ള മിങ്കുകൾ കാണാതിരിക്കാൻ അവരെ തടയാൻ വേണ്ടി എൻട്രൻസിന്റെ ഭാഗത്ത് വന്നിരുന്നു. പക്ഷെ അന്ന് രാത്രി അവർ മൂന്നുപേരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇങ്ങനെ അവരവിടെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് മുകളിലേക്ക് കിനിമോനും കാഞ്ചുറോയും കൃത്യമായിട്ട് വന്നു. നേരത്തെ അവർ താഴേക്ക് വീഴാൻ കാരണം ഒരു കുട്ടി കുരങ്ങനല്ലേ. ആ കുരങ്ങ് ശരിക്കും ഈ സോയിലേക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ മറ്റുള്ള മിങ്കുകളെ വാണിംഗ് ബെൽ അടിച്ച് അറിയിക്കുന്നത് ഈ കുരങ്ങനാണ്. ഇപ്പം മുകളിലേക്ക് കിനിമോന്റെയും കാഞ്ചുറോയുടെയും കൂടെ വരുന്ന ആ കുരങ്ങൻ അവർ പുറത്തുനിന്ന് വരുന്ന സാമുറായികളാണെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് മറ്റുള്ള മിങ്കുകളെ അറിയിക്കാൻ വേണ്ടി അവിടെയുള്ള വിസിറ്റേഴ്സ് ബെൽ അടിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നു. ഡേഞ്ചർ ബെല്ലല്ല, വിസിറ്റേഴ്സ് ബെല്ലാണ്. ആ കുരങ്ങൻ വെപ്രാളത്തിൽ ഓടിപ്പോകുന്നത് കാണുമ്പോൾ അവർക്കും പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും മറ്റാരെയും അവിടെ കാണാത്തതുകൊണ്ട് സോയുടെ എൻട്രൻസ് കടന്ന് അകത്തേക്ക് വന്നു. ഇങ്ങനെ അവർ അകത്തേക്ക് വരുന്ന സമയത്ത് ഇത്രയും നേരം ഒളിച്ചിരുന്ന മൊമനുസ്കയെ അവർ കാണുന്നുണ്ട്. അതോടെ മൊമനുസ്കയെ അവരുടെ കൂടെ ചേരുന്നുണ്ട്. ഇവരെ കണ്ട് ബെല്ലടിക്കാൻ വേണ്ടി അകത്തേക്ക് ഓടിപ്പോയ കുരങ്ങനാവട്ടെ ആ ബെല്ലടിക്കുന്നതോടെ എല്ലാ മിങ്കുകളും ഒന്നിച്ച് ചേരാൻ തുടങ്ങി. പ്രത്യേകിച്ച് അവരുടെ രാജാക്കന്മാര് ഡ്യൂക്കും കാറ്റ് വൈപ്പറും ഈ സ്ഥലത്ത് നടക്കാൻ കഴിയുന്ന എല്ലാ മിങ്കുകളോടും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് ചേരാൻ അവർ ആവശ്യപ്പെട്ടു. രാവിലെ തന്നെ ഇവരുടെ കോലാഹലങ്ങൾ കാണുന്ന സ്ട്രോ ഹാർട്സിനാവട്ടെ കാര്യത്തിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ട് സ്ട്രോ ഹാർട്സ് എല്ലാവരും എഴുന്നേറ്റ് എത്രയും പെട്ടെന്ന് സാമുറൈസിനെ മിങ്കുകൾ കാണാതിരിക്കാൻ അവരെ തടയാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഓടി വരുന്നു. മറ്റൊരു ഭാഗത്തുനിന്ന് കിനിമോനും കാഞ്ചുറയും മൊമനുസ്കയും ഇവർ മൂന്നുപേരും അകത്തേക്ക് വരുന്നു. ഇവരെ കാണാൻ വേണ്ടി എല്ലാ മിങ്കുകളും ഇവരുള്ള ഭാഗത്തേക്ക് ഓടി വരുന്നു. നമ്മുടെ സ്ട്രോ ഹാർട്സ് ആണെങ്കിൽ ഇവരെ തടയാൻ വേണ്ടി മറ്റൊരു ഭാഗത്തുനിന്ന് ഓടി വരുന്നു. അപ്പം മിങ്കുകളുടെ രണ്ട് രാജാക്കന്മാര് ഡ്യൂക്കും കാറ്റ് വൈപ്പറും ഇവർ രണ്ടുപേരും നേരിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. രണ്ടുപേരും നേർക്ക് നേരെ കണ്ട പ്രശ്നമാണ്. ആദ്യം അവർ സംസാരിച്ചു തുടങ്ങി. ഒരാൾ മറ്റൊരാളെ കളിയാക്കുമ്പോൾ തിരിച്ച് അയാൾ മറ്റൊരാളെ കളിയാക്കുന്നു. അങ്ങനെ സംസാരിച്ച് അത് കാര്യത്തിലേക്ക് എത്തി. അവർ രണ്ടുപേരും വെപ്പൺസ് എടുത്ത് ആക്രമിച്ചു. അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് കിനിമോനും കാഞ്ചുറയും മൊമനുസ്കി അവിടേക്ക് വരുന്നത്. പക്ഷെ അവർ കൂടുതൽ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഓടി വരുന്ന സ്ട്രോ ഹാർട്സ് അവരെ പുറകിലേക്ക് പിടിച്ചു മാറ്റി. അങ്ങനെ അവർ കണ്ടുമുട്ടുന്ന ഒരു വലിയ പ്രശ്നം ഒഴിവായി. എന്നാൽ അവർ ഫൈറ്റ് ചെയ്യുന്നത് കാണുന്ന കിനിമോനാവട്ടെ സ്ട്രോ ഹാർട്സിനെയൊക്കെ തട്ടി മാറ്റി മുന്നിലേക്ക് നടന്നു വന്ന് അവരുടെ ഫൈറ്റ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. അത് കേട്ട് അവരെല്ലാവരും അവനെ നോക്കുമ്പോൾ കിനിമോൻ അവനെ അവർക്ക് പരിചയപ്പെടുത്തി. അവന്റെ പേര് കിനിമോനാണ്, അവനൊരു സാമുറയാണ്, അവൻ വരുന്നത് വാനോയിൽ നിന്നാണ്. ഇത്രയും ആയപ്പോഴേക്കും സ്ട്രോ ഹാർട്സിന്റെ അടപ്പ് തെറിച്ചു. എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പായി. അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ലൂഫി തയ്യാറാവുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല. കിനിമോന് നേരെ നടന്നു വരുന്ന മിങ്കുകള് അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. കിനിമോനെ നോക്കുന്ന അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അവരെന്നിട്ട് കിനിമോനോട് പറഞ്ഞു, റൈസോ അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, അദ്ദേഹം സുരക്ഷിതനാണ്. ബീസ്റ്റ് പൈററ്റ്സിലെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരാളാണ് ജാക്ക്, അതായത് കൈഡോയുടെ ആൾക്കാരിലെ ഒരുവൻ. അതിനർത്ഥം അവൻ കുറഞ്ഞ പുള്ളിയല്ല. അവൻ ഇവിടേക്ക് വന്നത് റൈസോയ്ക്ക് വേണ്ടിയാണ്. പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ എത്ര പറഞ്ഞിട്ടും അവന് വിശ്വാസമില്ല. അവൻ അവിടെ കിടന്ന് താണ്ഡവാടി ഒരുപാട് പേരെ കൊന്നു. ആ സ്ഥലം മുഴുവൻ നശിപ്പിച്ചു. 1000ഓളം വർഷം പഴക്കമുള്ള ആ സ്ഥലം ഒറ്റൊരു മനുഷ്യനെ സുരക്ഷിതനാക്കാൻ വേണ്ടി നശിപ്പിക്കപ്പെട്ടു. പോരാത്തതിന് ഇവിടുത്തെ 2 രാജാക്കന്മാരിലെ ഒരു രാജാവിന്റെ കൈ വെട്ടി, മറ്റൊരു രാജാവിന്റെ കാല് വെട്ടി. എന്നിട്ടും അവർ സത്യം പുറത്തു പറഞ്ഞില്ല. റൈസോ എന്ന് പറയുന്ന ഒരാളെ അവർക്ക് അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. അവരുടെ സ്ഥലത്ത് അയാൾ ഉണ്ടായിട്ട് പോലും അവരൊറ്റൊരാളും സത്യം തുറന്നു പറഞ്ഞില്ല. എന്തിന്? റൈസോ എന്ന് പറയുന്ന ആ ഒറ്റൊരാളെ സുരക്ഷിതനാക്കാൻ വേണ്ടി. മിങ്കുകളുടെ ലോയാലിറ്റി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ മിങ്കുകളുടെ ലോയാലിറ്റിയും സോറോയുടെ ലോയാലിറ്റിയും കമ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, സോറോ ഒരു ജിന്നാണ്. പുള്ളിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആളും തരവും നോക്കിയൊക്കെ കമ്പയർ ചെയ്യണം. ഇപ്പൊ മിങ്കുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ റൈസോ എന്ന് പറയുന്ന ഒറ്റൊരാളെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവൻ പോലും കളയാൻ അവർ തയ്യാറായി. അത്രമാത്രം സാമുറായികൾക്കും മിങ്കുകൾക്കും തമ്മിൽ ബന്ധമുണ്ട്. ഈ മിങ്കുകളും വാനോയിലെ സാമുറായികളും തമ്മിൽ, അതായത് ലാൻഡ് ഓഫ് വാനോയും മിങ്കുകളും തമ്മിൽ ഒരുപാട്
വർഷത്തെ ബന്ധമുണ്ട്. അത് പൂർവികരായിട്ടേ ഉണ്ടായിരുന്ന ബന്ധമാണ്. കിനിമോനെ കണ്ട ഡ്യൂക്കും കാറ്റ് വൈപ്പറും സന്തോഷത്തോടെ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡ്യൂക്കിനും കാറ്റ് വൈപ്പറിന്റെ ഇടയിൽ ഒരു തർക്കം വന്ന് അവർ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അപ്പോൾ അത് കണ്ട് നിൽക്കുന്ന മൊമോനസ്കെ ദേഷ്യത്തോടെ, ഇന്നോറാഷി, നെക്കോ മമുഷി, അവസാനിപ്പിക്കുന്നുണ്ടോ നിങ്ങളുടെ ഈ ഫൈറ്റ്? എന്തിനു വേണ്ടിയാ നിങ്ങൾ ഈ തല്ലുകൂടുന്നേ? വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരിക്കലും ഫൈറ്റ് ചെയ്യരുത്. ഇതെങ്ങാനും എന്റെ അച്ഛൻ കണ്ട എങ്ങനെ ഉണ്ടാവും അദ്ദേഹത്തിന്? അദ്ദേഹത്തിന്റെ ചങ്ക് തകർന്നു പോയില്ലേ? എന്തൊരു കഷ്ടമുണ്ട് നിങ്ങളെ രണ്ടുപേരെ ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞ് മൊമോനസ്കെ അവരെ നോക്കി ഉറക്കെ സംസാരിച്ചു. അപ്പം മൊമോനസ്കെ പറഞ്ഞത് കേട്ട ഡ്യൂക്കും കാറ്റ് വൈപ്പറും ആവട്ടെ, ലോർഡ് മൊമോനസ്കെ, ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും, സോയിലെ രണ്ട് രാജാക്കന്മാര്, മൊമോനസ്കെയുടെ മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞു. ഇത് കേട്ട സ്ട്രോ ഹാറ്റ്സിന്റെ കിളി പറന്നുപോയി. എന്തൊക്കെയാടാ സംഭവിക്കുന്നത്? ആരൊക്കെയാടാ ഇവിടെ ലീഡേഴ്സ്? കണ്ടു നിന്ന് സ്ട്രോ ഹാറ്റ്സിനൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോഴാണ് സത്യങ്ങളൊക്കെ മാലപ്പടക്കം പോലെ പൊട്ടി പുറത്തു വരുന്നത്. അവിടെ നിൽക്കുന്ന കിനിമോന്റെ മകനല്ല മൊമോനസ്കെ, പകരം വാനോയിലെ രാജാവായിരുന്ന ലോർഡ് കോസുക്കി ഓഡന്റെ മകനാണ് ഈ മൊമോനസ്കെ. വെറും മൊമോനസ്കെ അല്ല, കോസുക്കി മൊമോനസ്കെ. ലോർഡ് ഓഡന്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഈ കിനിമോൻ, കാഞ്ചുറോ, റൈസോ, പിന്നെ ഈ മിങ്കുകളൊക്കെ. കോസുക്കി ഓഡന് ഇങ്ങനൊരു മകനുണ്ടെന്നുള്ള കാര്യം അവിടെയുള്ള ഭൂരിഭാഗം മിങ്കുകളും ഇപ്പോഴാണ് അറിയുന്നത്. ഈ ലാൻഡ് ഓഫ് വാനോ എന്ന് പറയുന്ന രാജ്യത്ത് 6 റീജിയൻസ് ഉണ്ട്. ഈ 6 റീജിയൻസിലും ഓരോ ഡൈമിയോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ആ സ്ഥലം ഭരിക്കുന്ന ആൾക്കാര്. ഓരോ റീജിയനും ഓരോ പേരും ഉണ്ട്. ഫ്ലവർ ക്യാപിറ്റൽ, കുറി റീജിയൻ, റിംഗോ റീജിയൻ, ഹക്കുമായി റീജിയൻ, കിബി റീജിയൻ, ഉഡോൺ റീജിയൻ, ഇങ്ങനെ 6 റീജിയൻ. ഇതിലെ കുറി എന്ന് പറയുന്ന റീജിയനിലെ ഭരണാധികാരിയായിരുന്നു കോസുക്കി ഓഡൻ. ഈ 6 റീജിയൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു രാജാവുണ്ട്. അയാൾ ഇരിക്കുന്ന സ്ഥലം ഫ്ലവർ ക്യാപിറ്റൽ ആണ്, വാനോയുടെ ഒത്ത നടുക്ക്. ആ രാജാവിനെ പറയുന്ന പേരാണ് ഷോഗൻ. പണ്ട് കോസുക്കി ഓഡൻ കുറിയിലെ ഭരണാധികാരിയായിരുന്ന സമയത്ത് ഈ മൊത്തം വാനോയുടെയും ഷോഗൻ മറ്റാരും അല്ലായിരുന്നു, കോസുക്കി ഓഡന്റെ അച്ഛൻ കോസുക്കി സുക്കിയാക്കി ആയിരുന്നു. അതായത് മൊമോനസ്കെയുടെ മുത്തച്ഛൻ. സോ മുഴുവൻ വാനോയുടെയും ഷോഗൻ ആവേണ്ട ആളാണ് ഈ കോസുക്കി മൊമോനസ്കെ. ലോർഡ് മൊമോനസ്കെ പറഞ്ഞത് കേട്ട ഡ്യൂക്കും കാറ്റ് വൈപ്പറും അവരൊരിക്കലും ഇനി ഫൈറ്റ് ചെയ്യില്ല, അവരെപ്പോഴും ഫ്രണ്ട്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് കൈ കൊടുത്തു അവരുടെ സ്വന്തം ലോർഡ് ഓഡന് വേണ്ടി. ഡ്യൂക്കും കാറ്റ് വൈപ്പറും ഒരു പ്രശ്നമില്ലാതെ ഒന്നിച്ചതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. ഇവർക്കൊക്കെ മൊമോനസ്കെ വലിയ ആളാണെങ്കിലും നമ്മുടെ ലൂഫിക്ക് അവൻ ഒന്നുമല്ല. അവൻ ലൂഫിയെ നോക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ വലിയ ആള് കളിക്കുമ്പോ, ഡാ കൊച്ചേർക്ക, നീ ഒരുപാടങ്ങ് വിളയല്ലേ? നീ ലോഡാണെങ്കിലും എന്ത് മാങ്ങാത്തൊലി ആണെങ്കിലും എനിക്കെന്താ? എന്റെ അടുത്ത് കൂടുതൽ കളിച്ചാലേ അടിച്ച് നിന്റെ കാരണം പൊടിക്കും ഞാൻ. മൊട്ടയെന്ന് വിരിഞ്ഞിട്ടില്ല അപ്പോഴേക്കും തുടങ്ങി അവൻ എന്ന് പറഞ്ഞ് ലൂഫി മൊമോനസ്കെ അടിച്ച് താഴെയിട്ടു. ഇതാണ് നമ്മുടെ ലൂഫി. നമുക്ക് ലൂഫി അറിയാലോ. തുടർന്ന് അവരെല്ലാവരും റൈസോയെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തേക്ക് പോവാണ്. ഈ സോയിൽ തിമിംഗലത്തിന്റെ ഷേപ്പുള്ള വലിയൊരു മരമുണ്ട്. അതിന്റെ അകത്താണ് അവർ റൈസോയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും റൈസോയെ കാണാൻ ആകാംക്ഷയാണ്, പ്രത്യേകിച്ച് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ. ഈ റൈസോ എന്ന് പറയുന്ന ആളൊരു നിഞ്ചയാണ്. സോ പുള്ളിക്കാരൻ എങ്ങനെ ഇരിക്കും, പുള്ളിക്കാരൻ ഓരോ ടെക്നിക്ക് അറിയോ, പുള്ളിക്കാരൻ എന്തൊക്കെ വിദ്യകൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ട്രോ ഹാറ്റ്സിന് നേരിട്ട് കണ്ടറിയണം. പക്ഷെ അകത്തേക്ക് വന്ന് റൈസോയെ കാണുന്ന സ്ട്രോ ഹാറ്റ്സിനാവട്ടെ എല്ലാ പ്രതീക്ഷയും പോയി. അവര് വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല റൈസോ. മുഖമൊക്കെ ചതുരാകൃതിയില്, കാണാൻ ഒരു നിഞ്ചയെ പോലെ ഇല്ല. അയാളെ കാണാൻ വേണ്ടി ഒരുപാട് പ്രതീക്ഷയിൽ വന്ന് അയാളെ കണ്ടതിന് ശേഷം ആ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും നിരാശയോടെ ഇരിക്കുന്ന സമയത്ത് റൈസോ പെട്ടെന്ന് ഒരുപാട് നിഞ്ച വിദ്യകൾ അവരുടെ മുന്നിൽ ഉപയോഗിച്ചു. ഒരിക്കലും മറ്റൊരാൾക്ക് ഈ ടെക്നിക്ക് ഒന്നും ഉപയോഗിക്കുന്നത് കാണിച്ചു കൊടുക്കാനേ പാടില്ല. എന്നാൽ അവരയാളെ വില കുറച്ച് കണ്ടപ്പോൾ അവരുടെയൊക്കെ വായ അടുപ്പിക്കാൻ വേണ്ടിയാണ് അയാളെ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഇതിനുശേഷം അവർ ആ സ്ഥലത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടു, ഒരു പോണിഗ്ലിഫ്. ഇതിനു മുമ്പ് അവസാനമായിട്ട് നമ്മൾ പോണിഗ്ലിഫ് കണ്ടത് ഫിഷ്മാൻ ഐലൻഡിൽ വെച്ചാണ്. അതിനുശേഷം അവർ ഇപ്പോഴാണ് കാണുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ വെച്ച് കാണുന്ന പോണിഗ്ലിഫ് മറ്റുള്ള പോണിഗ്ലിഫുകളെ പോലെ സാധാരണ പോണിഗ്ലിഫ് അല്ല, പകരം ഒരു ചുമന്ന നിറത്തിലുള്ള റെഡ് പോണിഗ്ലിഫ് ആണ്. സാധാരണ പോണിഗ്ലിഫ് കല്ല് പോലെ ഒരു പ്രത്യേകതരം നീല നിറത്തിലാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇത് ബാക്കിയുള്ളവയിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നു. പോണിഗ്ലിഫ് ആദ്യം കണ്ടാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം റോബിനാണ്. കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാനും അത് മനസ്സിലാക്കാനും റോബിനെ കഴിയുള്ളൂ. അതുകൊണ്ട് റോബിൻ ആശ്ചര്യത്തോടെ ആ പുതിയ പോണിഗ്ലിഫ് നോക്കുമ്പോൾ അവിടെയുള്ള ഡ്യൂക്കിനും കാറ്റ് വൈപ്പറിനും അവളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാം. അവൾ ആരായിരുന്നു, അവൾ എവിടുന്ന് വരുന്നു, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും. റോബിൻ ജീവിച്ചിരുന്ന ഒഹാര എന്ന് പറയുന്ന സ്ഥലത്ത് പോണിഗ്ലിഫ് വായിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഇറങ്ങി തിരിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ലോകത്തിലെ അത്യാവശ്യം എല്ലാ പോണിഗ്ലിഫിന്റെയും ഡീറ്റെയിൽസും അവർക്ക് അറിയാമായിരുന്നു. അതിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചു. പക്ഷേ പോണിഗ്ലിഫിനെ കുറിച്ച് മറ്റാരും വായിക്കുന്നതോ പഠിക്കുന്നതോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതോ വേൾഡ് ഗവൺമെന്റിന് ഇഷ്ടമല്ല. അവരതിനെ തടയും, അവരതിനെ എതിർക്കും. അതിന് കാരണം 800 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചരിത്രം ഈ പോണിഗ്ലിഫിലുണ്ട്. അതായത് വേൾഡ് ഗവൺമെന്റ് ഉണ്ടാവുന്നതിന് മുമ്പും ഉണ്ടായതിനു ശേഷവുമുള്ള കാര്യങ്ങൾ. അതിൽ പ്രത്യേകിച്ച് ഒരു 100 വർഷ കാലയളവ്. ആ കാലഘട്ടത്തെ വോയിഡ് സെഞ്ചുറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വേൾഡ് ഗവൺമെന്റ് ഉണ്ടായതും അവരെക്കുറിച്ചുള്ള രഹസ്യങ്ങളും പണ്ടെങ്ങോ നശിച്ചുപോയ ഒരു രാജ്യത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങളും ആ 100 വർഷ കാലയളവിലുണ്ട്. ആ കാലത്തെക്കുറിച്ചുള്ള മുഴുവൻ ചരിത്രങ്ങളും രഹസ്യങ്ങളും എഴുതി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന പോണിഗ്ലിഫുകളിലാണ്. മറ്റുള്ള ജനങ്ങൾ ആ ചരിത്രം അറിയാൻ ശ്രമിക്കുമ്പോൾ, അന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ശ്രമിക്കുമ്പോൾ അതിനെ വേൾഡ് ഗവൺമെന്റ് തടയുന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, മറ്റാരും അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ. പക്ഷെ ചരിത്രം അവർക്കൊരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല. അതെല്ലാം പോണിഗ്ലിഫുകളിൽ അടങ്ങിയിട്ടുണ്ട്. പോണിഗ്ലിഫ് പൊട്ടിക്കാനോ നശിപ്പിക്കാനോ ആർക്കും കഴിയില്ല. വേണമെങ്കിൽ അവർക്കത് ആരും കാണാതെ മറച്ചു വെക്കാം. പക്ഷെ എത്ര കാലം? പൈററ്റ്സ് എന്ന് പറയുന്ന ഒരു പറ്റം ആൾക്കാരെ
തടയാനും ഒരു പരിധിയുണ്ട്. അവരെല്ലാവരും ഫ്രീ ആണ്, അവരെ തടയാൻ ആരെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ടായിരിക്കാം അവർ പൈററ്റ്സിനെയും വെറുക്കുന്നത്. വൺ പീസ് തേടി പോകുന്ന ഒരു പൈററ്റ് സത്യങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കും. അതിനെ എത്ര പൂട്ടി വെക്കാനും മറച്ചു വെക്കാനും ശ്രമിച്ചാലും. ഒഹാരയിലെ പോണിഗ്ലിഫിനെ പറ്റി പഠിക്കുന്ന ജനങ്ങൾ വേൾഡ് ഗവൺമെന്റിനെ കുറിച്ചും 800 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച രഹസ്യങ്ങളെക്കുറിച്ചും എല്ലാത്തിനെ പറ്റിയും ഒരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ അവരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിയുന്ന വേൾഡ് ഗവൺമെന്റ് ആവട്ടെ അവരെ കൊന്നു. ഒരു ദയയുമില്ലാതെ ആ സ്ഥലം മുഴുവൻ ചുട്ടു ചാമ്പലാക്കി. അല്ലാത്ത പക്ഷം എല്ലാ സത്യങ്ങളും പുറത്തു വരുമല്ലോ. പക്ഷേ അപ്പോഴും അവർ മുഴുവനായിട്ടും ജയിച്ചില്ല. പോണിഗ്ലിഫുകളെ കുറിച്ച് വായിക്കാനും പഠിക്കാനും അറിയുന്ന നിക്കോ റോബിൻ എന്ന് പറയുന്ന ചെറിയൊരു കുട്ടി വിധിയുടെ ചങ്ങല പൊട്ടിച്ച് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ വേൾഡ് ഗവൺമെന്റ് അവളെ വെറുതെ വിട്ടില്ല. അവളുടെ ജീവൻ ഒരു ബൗണ്ടി കൊടുത്ത് അവളെ ഒരു സ്ഥലത്തും മനസമാധാനത്തോടെ ഇരിക്കാൻ സമ്മതിച്ചില്ല. അവളെ വിടാതെ തുരത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ സ്വന്തം ജീവൻ വരെ പോകുന്നൊരവസ്ഥയിലായി. പക്ഷേ അപ്പോഴും അവളെ സഹായിക്കാൻ ഒരാൾ മുന്നിലേക്ക് വന്നു. തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന, ആരെയും ഭയക്കാത്ത, സുഹൃത്തുക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരുവൻ. ദ വൺ ആൻഡ് ഓൺലി മോങ്കി ഡി ലൂഫി. വേൾഡ് ഗവൺമെന്റ് കാരണം ജീവിക്കാൻ ഒരിറ്റ് പോലും താല്പര്യമില്ലാത്ത റോബിനെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ച് അവളുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവൻ അവളെ വീണ്ടും പുതിയൊരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവന്റെയും അവന്റെ ഫ്രണ്ട്സിന്റെയും യാത്രയിലേക്ക്. അന്ന് തൊട്ട് പോണിഗ്ലിഫ് വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന റോബിനെ ആരും തടഞ്ഞില്ല. ജീവിച്ചിരിക്കുന്ന ആൾക്കാരില് വിരലിലെണ്ണാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ പോണിഗ്ലിഫ് വായിക്കാൻ അറിയുള്ളൂ. അതിൽ പെട്ട ഒരാളാണ് റോബിൻ. വൺ പീസ് എന്ന് പറയുന്ന ഇതുവരെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ആ ട്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോണിഗ്ലിഫ് വായിച്ച് ചരിത്രം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഗോൾഡി റോജറിന് ശേഷം വൺ പീസ് അന്വേഷിച്ച് കടലിലേക്ക് ഇറങ്ങിയ ആർക്കും ഇതുവരെ വൺ പീസ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്. അവർക്കത് കണ്ടുപിടിക്കാൻ കഴിയാതെ പോയത്. എല്ലാവരും ശക്തി ഉപയോഗിച്ചും അവരുടെ ബുദ്ധി ഉപയോഗിച്ചും പോണിഗ്ലിഫ് കണ്ടുപിടിക്കും. പക്ഷെ അത് വായിക്കാൻ ആർക്കും അറിയില്ല. അത് വായിക്കാൻ അറിയുന്ന ഒരാൾ റോബിൻ ആണല്ലോ. അതുകൊണ്ട് മറ്റുള്ള പൈററ്റ്സും വേൾഡ് ഗവൺമെന്റും അവളെ പിടിക്കാൻ ശ്രമിക്കും. അവളുടെ മുഴുവൻ ചരിത്രം അറിയുന്ന ഡ്യൂക്കും ക്യാറ്റ് വൈപ്പറും ഞങ്ങൾക്ക് തോന്നുന്നത് നീ സേഫ് അല്ല, നിനക്ക് പോണിഗ്ലിഫ് വായിക്കാനുള്ള കഴിവുണ്ടായതുകൊണ്ട് എല്ലാവരും നിന്നെ ലക്ഷ്യം വെക്കും, എല്ലാവരും നിന്നെ പിടിക്കാൻ ശ്രമിക്കും, അതൊട്ടും നിനക്ക് നല്ലതല്ല, നിന്റെ കാര്യം ആലോചിച്ച് ഞങ്ങൾക്ക് സങ്കടമുണ്ട് എന്നൊക്കെ അവര് പറയുമ്പോ തിരിച്ച് റോബിൻ പറയുന്നതാവട്ടെ പഴയതുപോലെ എനിക്കിപ്പോ ആരെയും പേടിയില്ല. കാരണം എന്റെ ഈ യാത്രയില് എനിക്കൊരു കൂട്ടം ഫ്രണ്ട്സിനെ കിട്ടി. അവരെന്നെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. ഒരുപാട് ശക്തരായ എന്റെ ഫ്രണ്ട്സ്. അത് കേട്ട് ലൂഫി, നാമി, ചോപ്പർ, ബ്രൂക്ക്, ഫ്രാങ്കി അവരെല്ലാവരും റോബിനെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. പക്ഷെ ഒരാൾ മാത്രം ചിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ വൈസ് ക്യാപ്റ്റൻ സോറോ. സോറോ സംരക്ഷിക്കുമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവന്റെ ക്രൂവിന് നേരെ വരുന്നത് എന്തു ആവട്ടെ അവൻ വെട്ടി താഴെയിടും. റോബിന് കിട്ടിയ പുതിയ ഫ്രണ്ട്സിനെ കാണുമ്പോൾ ഡ്യൂക്കിനും ക്യാറ്റ് വൈപ്പറിനും സന്തോഷമാവുന്നുണ്ട്. ശേഷം അവർ പോണിഗ്ലിഫുകളെ കുറിച്ച് അവർക്കറിയുന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ സ്ട്രോ ഹാറ്റ്സിന് പറഞ്ഞു കൊടുക്കും.